കൊച്ചി നഗരസഭ 3-ാം ഡിവിഷനിലെ ഈരവേലിയിൽ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും റോഡുകളുടെ നാമകരണവും കൊച്ചി നഗരസഭ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ കെ എ അൻസിയ മുഖ്യപ്രഭാഷണം നടത്തി. തുറന്ന വാഹനത്തിൽ വാദ്യോപകരണ അകമ്പടികളോടെയാണ് മേയറും മറ്റ് കൗൺസിലർമാരും ഉദ്ഘാടന ചടങ്ങുകൾക്കെത്തിയത്. കൊച്ചി നഗരസഭ 3-ാം ഡിവിഷൻ ഈരവേലിയിൽ പൂർത്തിയാക്കിയ നഗര ആരോഗ്യ കേന്ദ്രം, വനിതാ ഫിറ്റ്നസ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും മുൻ കൗൺസിലർ CU അനസിന്റെ നാമധേയത്തിലുള്ള ഈരവേലി റോഡ്, മുൻ മേയർ TM മുഹമ്മദിന്റെ നാമധേയത്തിലുള്ള ഈരവേലി പാർക്ക് എന്നിവയുടെ നാമകരണവും നടന്നു. കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെൽനസ് സെന്റർ തുടങ്ങിയ നഗരസഭ കൊച്ചിയാണ്. ഒരുപാട് വെൽനസ് സെന്റർ ഞാൻ കണ്ടു. ഈ വെൽനസ് സെന്ററിന് ഒരു പ്രത്യേകത, 2 വെയിറ്റിംഗ് റൂം, ഒരു ഓഫീസ് റൂം. ഇതൊന്നും വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഫാർമസി ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർക്ക് ഒരു മുറി, ഡോക്ടർക്ക് പിന്നെ ഒരു പരിശോധനയ്ക്ക് വേറൊരു മുറി, പിന്നെ അതിന് ഡോക്ടർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വാഷ്റൂം. എനിക്ക് തോന്നുന്നത് ഇവരുടെ സഹായം കൊണ്ടായിരിക്കും ഏറ്റവും നല്ല നിലയിൽ ഉള്ള ഒരു വെൽനസ് സെൻ്ററാണ്. എറണാകുളത്ത് പോലും ലഭിക്കാത്തൊരു വെൽനസ് സെൻ്ററാണ് നമ്മുടെ ഇസ്മുദ്ദീൻ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് അധ്യക്ഷനായിരുന്നു. ആകെ 38 സെന്ററാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. മരുന്നടക്കമുള്ള സൗജന്യമായി ലഭിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണിത്. ഈ പ്രദേശത്തെ നമ്മൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾക്കും ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ OP സമ്പ്രദായം ഇല്ലാത്തതിനാൽ അതനുസരിച്ചുള്ളതാണ്. കാരണം OP രാവിലെയാണ് 12 മണി വരെ. ഇത് 1 മണി, 12 മണിക്ക് ശേഷം 1 മണി മുതൽ 7 മണി വരെ പ്രവർത്തന സമയം. ഡെപ്യൂട്ടി മേയർ കെ എ അൻസിയ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇതുപോലെയുള്ള സന്തോഷത്തോടുള്ള മുഖങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ കൗൺസിലർമാർക്കും അവരുടെ കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ട് അവർ ഏൽപ്പിച്ച ദൗത്യം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചത്. അതിന് ഇവിടെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ വരാനും, അതുപോലെ നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് വാക്സിനേഷനൊക്കെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നഗരസഭയ്ക്ക് കൊടുത്തത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സലകുമാരി, ഡിവിഷൻ കൗൺസിലർ ഇസ്മുദ്ദീൻ, കൗൺസിലർമാരായ ഷീബാലാൽ, പ്രിയ പ്രശാന്ത്, CDS ചെയർപേഴ്സൺ ഫൗസിയ റഹീം, എക്സിക്യൂട്ടീവ് അംഗം ജെസ്സി അഗസ്റ്റിൻ, പൊതുപ്രവർത്തകരായ KH ഹനീഫ്, VU ഹംസക്കോയ, MA ആഷിഖ്, റാഷിം ഇഖ്ബാൽ, KB അഷ്റഫ്, KA ഹുസൈൻ എന്നിവർ സംസാരിച്ചു. തീരാത്ത വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ കൗൺസിൽ സമയത്ത് മേയർ എണ്ണി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈരവേലി കനാലിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതും കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഇലക്ഷൻ സമയത്ത് വാഗ്ദാനം ചെയ്ത എല്ലാ പദ്ധതിയിലും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. തുറന്ന വാഹനത്തിൽ വാദ്യോപകരണ അകമ്പടിയോടെയാണ് ഡിവിഷന്റെ വിവിധ ഭാഗങ്ങളിലെ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾക്ക് മേയറും മറ്റ് കൗൺസിലർമാരും എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മുടെ കൊച്ചി അടിപൊളി ഊണ്, ബിരിയാണി, പൊറോട്ട, ബീഫ്, ഷവായ, അൽഫാം, മന്തി തുടങ്ങി എല്ലാം കിട്ടുന്ന കിടിലൻ റെസ്റ്റോറന്റ്. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും വേഗം പോരാ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.